ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെയിൽസ് റിട്ടേൺ എങ്ങനെ എൻ്റർ ചെയ്യാമെന്നുള്ളതാണ്. സെയിൽസ് റിട്ടേണിൻ്റെ മെനു എടുക്കുക. ഇൻവെൻട്രിക്കകത്ത് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നൊരു മെനു ഉണ്ട്. ആ മെനു എടുക്കുക. ദെൻ ഡിഫോൾട്ടായിട്ടൊരു സെയിൽസ് റിട്ടേൺ നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും. ഇതിൽ നമുക്ക് ബിൽ ടു ബിൽ സെയിൽസ് റിട്ടേൺ എൻ്റർ ചെയ്യാം. ഇനി ബില്ലില്ലാതെ മൾട്ടിപ്പിൾ ബില്ലിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒരേ സെയിൽസ് റിട്ടേൺ എൻട്രി യൂസ് ചെയ്ത് നമുക്ക് റിട്ടേൺ എടുക്കാം. ഞാൻ ആദ്യം ബിൽ ടു ബിൽ എങ്ങനെ സെയിൽസ് റിട്ടേൺ എൻ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒരു കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത് ബില്ല് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളതൊരു എക്സ്ചേഞ്ച് ആയിട്ട് തിരിച്ച് വന്നേക്കാം. ഇപ്പോൾ ചിലപ്പോൾ ചില ഫോണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും വർക്ക് ചെയ്യുന്നില്ല, തിരിച്ചു കൊണ്ടുവരാം. അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഐറ്റംസ് വീട്ടിൽ കൊണ്ടുപോയി സൈസ് കറക്റ്റ് അല്ല, തിരിച്ചു കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യാം, ചിലപ്പോൾ റിട്ടേൺ ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ വരുമ്പോൾ യൂഷ്വലി ഷോപ്പ് ഓണർ പഴയ ബില്ല് ഉറപ്പായിട്ടും ചോദിക്കും. ഇൻ കേസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഡിഫോൾട്ടായിട്ട് അവർ ബില്ല് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ബില്ല് കൊണ്ടുവന്നെങ്കിൽ ആ ബിൽ നമ്പർ ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെയാണ് അത് ചൂസ് ചെയ്യുന്നത്. ബിൽ നമ്പർ നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത ബിൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഈ സൈ കോർപ്പറേഷൻ എൻ്റർ ചെയ്ത ഒരു ബില്ലാണ് ചൂസ് ചെയ്യുന്നത്. ആ ബില്ല് അവിടെ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസും അവർ എന്നാണ് ആ ബില്ല് ചെയ്തത്, ബിൽ നമ്പർ, ബിൽ ഡേറ്റ് എല്ലാം ഇവിടെ ഉണ്ടാവും. ദെൻ നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത ബില്ല് ഒരു മൾട്ടിപ്പിൾ ബാച്ച് ഐറ്റം, ഒരു സിംഗിൾ ബാച്ച് ഐറ്റം, ഒരു നോ ബാച്ച് ഐറ്റം, ഇതെല്ലാം കൂടെ കോമ്പിനേഷനിൽ എൻ്റർ ചെയ്ത ഒരു ബില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഐറ്റം ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ 3 ഐറ്റം ഈ പർച്ചേസ് ചെയ്തൊരു കസ്റ്റമറാണ് ഈ സെയിൽസ് റിട്ടേൺ ചെയ്തതെങ്കിൽ ഇതിൽ ഈ ബാച്ച് നമ്പറിൻ്റെ സൈഡിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ മൾട്ടിപ്പിൾ ബാച്ചോ അല്ലെങ്കിൽ സിംഗിൾ ബാച്ചോ ആയിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ഐറ്റത്തിൻ്റെ സീരിയൽ നമ്പേഴ്സ് ഇവിടെ കാണും. ഇനി നോ ബാച്ച് ഐറ്റമായിട്ട് സീരിയൽ നമ്പർ ഇല്ലാത്തൊരു ഐറ്റമാണ് അവർ എൻ്റർ ചെയ്തതെങ്കിൽ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ആ ഐറ്റം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണോ കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്നത് അത് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് ബാർകോഡ് സ്കാനർ ഉണ്ടെങ്കിൽ അവർ പ്രോഡക്റ്റ് സീരിയൽ നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്താൽ മാത്രമേ മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ആ ഐറ്റം ചൂസ് ചെയ്ത് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ കസ്റ്റമർ പർച്ചേസ് ചെയ്ത റേറ്റും ഡീറ്റെയിൽസും ആയിരിക്കും ഇവിടെ കാണിക്കുക. നേരത്തെ പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസും റേറ്റും ഒക്കെ ആയിരിക്കും ഇവിടെ കാണിക്കുക. നമ്മൾ റിട്ടേൺ എടുക്കുന്നത് ചിലപ്പോൾ ചില കേസിൽ പ്രോഡക്റ്റ് കൊണ്ടുപോയി ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഐറ്റമായിട്ട് കൺസിഡർ ചെയ്ത് അതിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ കുറച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വേരിയേഷൻ കൊടുക്കാം. അക്കൗണ്ട്സിൽ അതിനനുസരിച്ചിട്ടായിരിക്കും പോസ്റ്റിംഗ് പോകുന്നത്. ഇല്ല, ആസ് ഇറ്റ് ഈസ് ആ പ്രൈസ് തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നതെങ്കിൽ ആ പ്രൈസ് തന്നെ എടുക്കാം. ഇതിൽ PP എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു കോളം ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തിരിച്ചെടുക്കുന്ന ഐറ്റത്തിൻ്റെ ലാൻഡിങ് കോസ്റ്റ് എന്താണ് എന്നുള്ളത് സിസ്റ്റം ഏത് രീതിയിൽ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് അത് നമ്മൾ പർച്ചേസിൽ എൻ്റർ ചെയ്തിരിക്കുന്ന റേറ്റ് ആയിരിക്കും ഇവിടെ വരിക. ഇപ്പോൾ പുതുതായിട്ട് വിറ്റ് കഴിഞ്ഞ സാധനം തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചാണ് എടുക്കുന്നത്, അതനുസരിച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിൽ വാല്യൂ കാണിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് പ്രൈസ് അതിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കുക. ദെൻ ആഡ് ചെയ്യുക. അടുത്ത വേറൊരു ഐറ്റം നോ ബാച്ച് ഐറ്റവും കൂടെ അയാൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതും സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക, സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സെയിൽസ് റിട്ടേൺ ചെയ്യേണ്ട ഓപ്ഷൻ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ 2 സ്റ്റോക്കും നമ്മുടെ സ്റ്റോക്കിലേക്ക് തിരിച്ച് ആഡാവും. അക്കൗണ്ട്സിൽ സൈ കോർപ്പറേഷന് ഇത്ര രൂപ ക്രെഡിറ്റ് ബില്ല് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ക്രെഡിറ്റിൽ നിന്ന് ഈ എമൗണ്ട് കുറയുകയും ചെയ്യും. ഇനി ഈ ബില്ലിൽ അല്ലാത്തൊരു ഐറ്റം, മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരേ ബില്ലിൽ വരാത്ത ഐറ്റം എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ബിൽ നമ്പർ റെഫർ ചെയ്യാൻ പറ്റില്ല. കാര്യം പല ബില്ല് സെയിലായ സാധനമായിരിക്കും നമുക്ക് ഒരേ ബില്ലിൽ റിട്ടേൺ വരുന്നത്. അതിനെന്താ ഓപ്ഷൻ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബിൽ നമ്പറിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഡിസേബിൾ ആവുന്നത് കാണാം. ഇവിടെ കസ്റ്റമർ ആരാണെന്നുള്ളതെല്ലാം നിങ്ങൾ തന്നെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സൈ കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ സൈ കോർപ്പറേഷൻ്റെ ഇപ്പോൾ അക്കൗണ്ട് നെയിം ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നെയിം സൈ കോർപ്പറേഷൻ, സൈ സിസ്റ്റംസ് സെലക്ട് ചെയ്യുന്നു. ഐറ്റം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 5D ഗ്ലാസ് ആണെങ്കിൽ 5D ഗ്ലാസ്. ഇവിടെ ആ ലിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ലിസ്റ്റിലൊന്നും ഉണ്ടാവില്ല, എല്ലാ ഐറ്റവും കൂടെ ആയിരിക്കും കാണിക്കുക. ഒന്നും ഉണ്ടാവില്ല എന്നല്ല, എല്ലാ ഐറ്റവും കൂടെ നമ്മുടെ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ആയിരിക്കും കാണിക്കുക. അതിൻ്റെ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് പോവാം. അപ്പോൾ ക്വാണ്ടിറ്റി എത്ര റിട്ടേൺ ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ മാനുവലി ഇൻപുട്ട് ചെയ്യേണ്ടി വരും. കാര്യം പല ബില്ലിലായിട്ട് പോയ സാധനം ആയതുകൊണ്ട് മാനുവലി നമ്മൾ അത് ഇൻപുട്ട് ചെയ്യേണ്ടി വരും. എമൗണ്ട് കൊടുക്കുക, ആഡ് ചെയ്യുക. ദെൻ സീരിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീരിയൽ നമ്പർ ഡയറക്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യാം. ഡയറക്റ്റ് മെൻഷൻ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് അത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ഗെറ്റ് ചെയ്തോളും. ഈ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഈ ഐറ്റം എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഡക്റ്റ് വരും. പ്രോഡക്റ്റ് വന്നിട്ട് നമുക്കിത് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് സെയിൽസ് റിട്ടേൺ ചെയ്തതായിട്ട് കാണിച്ച് ആരുടെ നിന്നാണെന്നുള്ളത് നമുക്ക് മാനുവലി റേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ആഡ് ചെയ്യാനും പറ്റും.
ഇതാണ് സെയിൽസ് റിട്ടേൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ഈ സെയിൽസ് റിട്ടേണിൽ തന്നെ നമുക്ക് B2B സെയിൽസ് ചെയ്ത ആണെന്നുണ്ടെങ്കിൽ B2B ആയിട്ട് തന്നെ റിട്ടേൺ ചെയ്യാം. B2C ആണെങ്കിൽ B2C ആയിട്ട് തന്നെ റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്യാഷായിട്ട് ഗൂഗിൾ പേ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, തിരിച്ച് വന്നപ്പോൾ നമ്മൾ ക്യാഷായിട്ടായിരിക്കും തിരിച്ച് കൊടുത്തത്. അത് അക്കൗണ്ടിങ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. അതെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. സെയിൽസ് ബില്ലിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം നമുക്കിവിടെയും യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.